വിയ നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. പറയൂ. 2000 ചേഞ്ച് ഉണ്ടാവും? രണ്ട് ഉണ്ട്. ഉണ്ടല്ലേ? ഒരു 1000 രൂപ കടമായിട്ട് തരാൻ മണിക്ക് അതിന്ന്. എനിക്കും കൂടെ നാണക്കേടുണ്ടാകില്ല. എന്റെ പരിചയത്തിൽ വന്നിരിക്കുന്നവരല്ലേ. ഫിഷാരുടെ തരൂല്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഇനി ഇന്ററപ്റ്റ് ചെയ്യരുത്. നമുക്കറിയാം, ഹാസ്യകലാ പ്രകടനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ജോണറാണ്, ഒരു കാറ്റഗറിയാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോൾ പല സദസ്സുകളും വളരെയധികം. ഒരു മിനിറ്റ്, ഫിഷാരുടെ അടുത്ത് 2500 ഉണ്ടാ? അതിനകത്തുനിന്ന് ഒരു 500 കടമായിട്ട് ചോദിക്കാനല്ലേ? അല്ല, 1000 രൂപ ഇങ്ങോട്ട് മേടിക്കാൻ. 1000 വേണോ? 1000 വേണം. എന്റെ ഇല്ല, ഇല്ല തരാനില്ല. ആ നേരം വന്ന് പാട് പറഞ്ഞാ പോരെ? ഇല്ല, തരാനില്ല, അത്ര തന്നെ. നമ്മുടെ ജീവിതത്തിലെ തന്നെ കുറച്ച് നല്ല നിമിഷങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊരുപാട് കോമഡി ഉണ്ടാകും, അല്ലെങ്കിൽ ഹാസ്യം ഉണ്ടാകും. അത് മോളുടെ കയ്യില് ഒരു 1000 ഉണ്ടോ കടമായിട്ട്? പൈസ ഇല്ല. കേശവ മാമ, എന്താണ് പ്രശ്നം? നിങ്ങൾ എല്ലാവരോടും വന്ന് പൈസ ചോദിക്കുന്നത് എന്തിനാണ്? 1000 രൂപ എല്ലാവരും ഇങ്ങനെ ഇറക്കുന്നത് എന്തിനാ? നമ്മുടെ മഹത്തായ ലക്ഷ്യത്തിലെത്താനായിട്ട് ഒരുപാട് ദൂരം പരിശ്രമിച്ച് നടക്കേണ്ടി വരും. ഈ ആൾക്കാരുടെ കടം ചോദിക്കണ മഹത്തായ ലക്ഷ്യം. എന്റെ ഒരു ആവശ്യം ഇപ്പൊ ഇല്ലേ? മേലാലി വഴിക്ക് കണ്ടുപോരുത്. ഇത്ര നാൾ ഈ കാശ് ചോദിക്കലൊക്കെ പുള്ളി ഈയിടയ്ക്ക് തുടങ്ങിയ കേട്ടോ. മറ്റേ വല്ല പാട്ട് പാടും പാരടി പാടുന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കരുത്. ഇത് ഇങ്ങനെ ശരിയാവത്തില്ല കേട്ടോ. അല്ല, എന്നോട് ചോദിച്ചാൽ ഞാനില്ലെന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ്? അടുത്തോട്ട് പോട്ടെ. വക്കീലെ വാദം ഉണ്ടാവോ? ഈ ചെറുതായിട്ട് ലൊക്കേഷൻ മാറിപ്പോയെന്നൊരു സംശയമുണ്ട്. ഇത് കോടതിയല്ല. താങ്കളാണല്ലോ ഇതിന്റെ ഓണർ. അതെ. താങ്കളുടെ പരിപാടി അവതാരകയും എന്റെ എതിർകക്ഷിയുമായ ഡയാന, എന്റെ കക്ഷിയും കേബിൾ വർക്കുകാരനുമായ നോബിളിനെ അമിത വേഗത്തിൽ വന്ന് സ്വന്തം വാഹനത്തിലിടിച്ച് തലയ്ക്കും കൈക്കും ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിച്ച് ജീവിതം തന്നെ അപായപ്പെടുത്താൻ തീരുമാനിച്ചു. മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. IPC 278, 388, 389 പ്രകാരം 5 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന അസാധാരണമായ ഒരു കേസാണിത്. അങ്ങനെ വണ്ടി ഇരിക്കുന്ന അസാധാരണമായ കേസൊന്നും അല്ല. പിന്നെ ഈ കൊച്ചി ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇയാളെ വണ്ടി ഇടിച്ചിട്ടൊന്നും ഇല്ല. ഇത് സാധാരണ നിഷേധം മാത്രം. എല്ലാ കോടതി മുറിയിലും ഞങ്ങൾ വക്കീലന്മാർ കാണുന്ന സ്ഥിരം ഒരു സംഭവം. കുറ്റം ചെയ്തു വന്നിട്ട് കുറ്റം ചെയ്തില്ല എന്ന് കോടതി മുറിയിൽ വന്നിരിക്കുന്ന സാധാരണ ഒരു കുറ്റവാളിയുടെ പെരുമാറ്റം മാത്രമായി ഇതിനെ കാണാൻ സാധിക്കൂ. ഈ കേസിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും. അതിന് സുപ്രീം കോടതി വരെ പോയിരിക്കും അഡ്വക്കേറ്റ് വെങ്കിടാചലം. അതെ, നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ ആ കൊച്ചിനെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു സാക്ഷിയുണ്ടോ? എനിക്കിത് ഭയങ്കര ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. സാക്ഷിയുണ്ട്. സാക്ഷിയുണ്ട്. കോടതി മുമ്പാകെ സാക്ഷി വന്നിരിക്കുകയാണ്. കേശവമാമനാ? ഇല്ല, ഞാൻ പറയുന്നത് ഡയാന വരുന്നതിനേക്കാളും മുമ്പ് ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ നിൽക്കുന്ന ആളായിരുന്നു കേശവമാമൻ. വീട്ടിൽ പുള്ളി എങ്ങനെ സാക്ഷിയാവുന്നത്? അല്ലല്ല, ഞാൻ അതിനു മുമ്പേ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ദൃക്സാക്ഷിയാണ്. അവിടെ ഞാൻ അവിടെ ഒരു കടയിൽ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം. മോളുടെ കാർ എനിക്ക് അറിഞ്ഞൂടെ? മോളുടെ കാറ്, ആ കാറ് വന്നിട്ട് ഈ പയ്യനൊന്നും അറിയാത്ത പെയിന്റ് അടിച്ചുകൊണ്ട് വന്ന പയ്യനെ അവിടെ ഇട്ട് ഇടിച്ച് താഴ്ത്തിട്ട് ഞാറക്കൊക്കിന് വെടി കൊണ്ടുപോട്ട് ഒരു മൂലക്കത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കണ്ട്. ഞാനിവിടെ ഉണ്ടായില്ലേ? ഞാനിവിടെ സമയത്തിട്ടാ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിന്നോടൊരു 1000 രൂപ ചോദിച്ചപ്പോ നിനക്ക് എന്തായിരുന്നു? ഈ കുട്ടിയാണ് അടിച്ചത്. ഏത് പാതിരാക്ക് ഏത് കോടതിയിലും ഞാൻ സാക്ഷി പറയും. യെസ് യുവർ ഓണർ. എന്റെ സാക്ഷി വളരെ കൃത്യമായി കോടതി മുമ്പാകെ ഈ കേസിനെ കുറിച്ച് ദൃക്സാക്ഷി വിവരം നൽകിയിരിക്കുകയാണ്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത്, ഒരു നിസ്സാര കേസല്ല. IPC 278 പ്രകാരം ഈ കുട്ടിയുടെ ലൈസൻസ് വരെ ക്യാൻസലാക്കാനുള്ള അധികാരമുള്ള കേസാണിത്. നടക്കില്ല. അതെന്തേ നടക്കില്ല എന്ന്? ഒരു ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന അഹങ്കാരം കൊണ്ട് പറയാ നടക്കില്ല എന്ന്. ഇതൊക്കെ കോടതി അറിയുള്ളൂ. ഡയാനക്ക് ഉറപ്പാണോ? കേശവമാമൻ സാക്ഷി പറഞ്ഞാലും ലൈസൻസ് കളയാൻ പറ്റും? ഉറപ്പല്ലേ? അത്രക്ക് ഉറപ്പാണോ? ഞങ്ങൾ കൂടെ ഉണ്ട് ഡയാന, ഞങ്ങൾ കൂടെ ഉണ്ട്. എന്താ ഇപ്പൊ നടക്കില്ല എന്ന് പറയണേ? എനിക്ക് ലൈസൻസ് ഇല്ല. ഞങ്ങൾ കൂടെ ഇല്ല. കൂട്ടുവിട്ടു. ഒന്നും നോക്കണ്ട, പൈസ കാര്യത്തിലേക്ക് കിടന്നു. യെസ് യുവർ ഓണർ. ശരി, കോടതി പോയി കഴിഞ്ഞാൽ ഇതൊരു 5 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും. ചേട്ടാ ഇതിപ്പോ ഇത്രയും ചെറിയ പരിക്കൊക്കെ അല്ലേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഇതിലേക്ക് പോണോ? നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞ് തീർക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല മേഡം, ഞങ്ങൾക്ക് നിങ്ങളെ ആരെയും കോടതി കയറ്റുന്ന ആഗ്രഹമില്ല. പിന്നെന്താ, അത് നമുക്ക് ഒരു ഔട്ട് ഓഫ് ദ കോർട്ട് ഒരു ചെറിയ സെറ്റിൽമെന്റ് കക്ഷിക്ക് മാന്യമായ ഒരു നഷ്ടപരിഹാരം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ പറ, എന്താന്ന് പറ. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം തർക്കൊന്നും വേണ്ട. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കേസ് കൂടെ അവസാനിപ്പിക്കാം. ചേട്ടാ, 1 ലക്ഷം ഒക്കെ? മാഡം, ഞാനിപ്പോ 5 ലക്ഷത്തിന് 4 ലക്ഷത്തിന് കുറച്ച് കളഞ്ഞിട്ട് 1 ലക്ഷം കൊണ്ടുവന്നു. ഇവിടെ കിടന്ന്
നിങ്ങളെ പോലെ വലിയ വലിയ ഇല്ല ആളുകൾ ഇല്ല ഒരു കാര്യം ചെയ്യാം, അത് ഔട്ട് ഓഫ് ദ കോഡ് സെറ്റിൽ ചെയ്യാൻ ഡയാനെ നല്ലത്. മിയൊക്കെ പറഞ്ഞു, എല്ലാരും കൂടെ പറഞ്ഞു നമ്മൾ ഇതൊരു 1 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാം. മതി, അതാണ് ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട്. കോൺട്രാക്ടോ? ആ കോൺട്രാക്ട് ഞങ്ങൾ വക്കീൽമാർ അങ്ങനെയുള്ള. അപ്പൊ പറഞ്ഞ പോലെ 1 ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടും. കേസ് സെറ്റിൽമെന്റ് ചെയ്ത വക്കീൽ എന്ന നിലയ്ക്ക് എനിക്ക് 40,000 രൂപ, സത്യസന്ധമായി സാക്ഷി പറഞ്ഞ കേശവമാവന് 40,000 രൂപ, സന്തോഷം. ഇതിലെ യഥാർത്ഥത്തിൽ അവകാശിയായ ഇദ്ദേഹത്തിന് 20,000 രൂപ. അങ്ങനെയാണ് നമ്മുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ടാണോ വന്നത്? അത് പിന്നെ അങ്ങനെയുള്ള പുറത്ത് സെറ്റിൽമെന്റ് ആകുമ്പോൾ കോൺട്രാക്ട് ഉണ്ട്. ഒരു കേസും ഇല്ലാത്തവനെ വിളിച്ചോണ്ട് വന്ന് കാശുണ്ടാക്കുന്ന പരിപാടിയാ വക്കീൽ ചെയ്തത്. അല്ല അല്ല അത് ശരി, അതൊക്കെ നിങ്ങൾ തമ്മിൽ എന്തോ ആയിക്കോട്ടെ. ഡയാനയ്ക്ക് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. ബാക്കി എന്താന്ന് വെച്ചാൽ നാളെ വക്കീൽ ഓഫീസിൽ എത്തിച്ചാൽ മതി. ഉറപ്പാണോ 1 ലക്ഷം കൊടുക്കുന്ന? പോര്, പോര്, പോര്. 1 ലക്ഷം കൊടുക്കുന്ന ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങളൊന്ന് വന്നേ, വന്നേ, ഈ വന്ന് ചോദിക്കട്ടെ. ഇപ്പൊ അതെ, രമേശയുടെ 1 ലക്ഷം രൂപ വരും. അതിൽ 40,000 രൂപ ഇങ്ങേരെടുക്കും. ഒരു പണിയും ചെയ്യാതെ ഈ 40,000 രൂപ ഇങ്ങേര് കൊണ്ടുപോകും. നിങ്ങൾക്ക് വേറെ 20,000 കിട്ടുന്നുള്ളൂ. 25 തരാം നിങ്ങൾക്ക്. എനിക്ക് 25 തരും. 25 തരും. ഞാൻ ഓക്കെ. നമുക്ക് കേസ് ഞങ്ങളൊക്കെ അല്ലല്ലോ. എനിക്കെന്താ? എനിക്കെന്താ? എനിക്ക് 25,000 രൂപ തരുമല്ലേ? ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ 25,000 ഓക്കെ സെറ്റിൽ. അല്ലേ? സെറ്റിൽ. ഈ വക മരപ്പൊട്ടന്റെ കൂടെ ഒക്കെ കേസിൽ ഞാൻ പോട്ടെ. ഡയാനയ്ക്ക് വേണ്ടിയാവുമ്പം ഒരു 25,000 രൂപ ഞാൻ സന്തോഷത്തോടു കൂടി തരും. അല്ല, 1 ലക്ഷം ചേട്ടൻ തരാന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ പുള്ളി 25-ന് സമ്മതിച്ചല്ലോ. ബാക്കി 75 എനിക്ക് തന്നൂടെ?